അപ്പൊ ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോ ഞാൻ 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പരാജയപ്പെട്ട ആളാണ്. അപ്പൊ എനിക്കുള്ള പ്രശ്നം എഴുതുമ്പോ കൈ ഷിവർ ചെയ്യും എന്നുള്ളതാ. നമ്മള് ചെറുപ്പത്തിലൊക്കെ പറയും പൂച്ചേനെ തല്ലി കൊന്നിട്ടാണെന്ന്, അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞ ആ സമയത്ത് നമുക്ക് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. നമുക്കിത് മറ്റൊരാളോട് പറയാനുള്ള ഒരു ആത്മവിശ്വാസവും ഞാൻ പറയാലോ, ഞാൻ പൊതുവേദികളിലൊന്നിനും പോയില്ലായിരുന്നു. വിവാഹങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളിലോ ഫങ്ഷൻസിലോ ഒന്നും പങ്കെടുക്കില്ല. അപകർഷതാബോധം. ഞാൻ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവസാന ബെഞ്ചിലിരിക്കുള്ളൂ. നമുക്ക് അത്ര അടുപ്പുള്ള 1-2 ആളുകൾക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സംസാരിക്കാൻ പേടി, ഇടപഴകാൻ പേടി, അധ്യാപകരെടുത്ത് സംസാരിക്കാൻ പേടി ഒക്കെ ആയിരുന്നു. ആ പേടി വെച്ചുകൊണ്ട് തന്നെ ഞാൻ കോളേജിലേക്ക് പഠിക്കാനും ചെല്ലണേ. അവിടെ നിന്ന് നമുക്ക് സ്പേസ് ഉണ്ടാക്കി തന്നത് ഈ സംഘടനയാണ്. മുന്നോട്ട് വരാനുള്ളൊരു വഴി വെട്ടി തന്നത് സംഘടന SFI ആണ് പറയണം. ഞാൻ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ടിന്റെ 16ാമത്തെ സെക്ഷനിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഭിന്നശേഷിക്കാരൻ ഒരു ക്യാമ്പസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് പരിഗണിക്കേണ്ടത്. ഒന്ന്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇൻക്ലൂസീവിന്റെ അർത്ഥം എന്തിട്ടാ? അവനെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസം വേണം. അവനെയും കൂടെ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോ അവനുള്ള സ്പേസ് വേണം എന്നതിന്റെ അർത്ഥം. ഭിന്നശേഷി പല വിധത്തിലാ. ഇപ്പൊ ജനിക്കുമ്പോ തന്നെ ഭിന്നശേഷിക്കാരാവുന്ന ആളുകളുണ്ട്. ജീവിതത്തിന് മുന്നോട്ട് പോക്കിന്റെ ഭാഗമായിട്ട് പല അപകടങ്ങളുടെ ഭാഗമായിട്ട് ഭിന്നശേഷിക്കാരാവുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെടുക? അല്ലെങ്കിൽ ഇവരെ ഈ പട്ടികയിലേക്ക് എങ്ങനെ ഉൾപ്പെടുത്തുക? ഇത് അവയർനെസ് കൊടുക്കേണ്ട വലിയ വിഷയം തന്നെയാണ്. ടെക്നോളജി നമ്മൾ എത്രത്തോളം സഹായിക്കുന്നുണ്ട്? എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളാ, എഴുതാൻ പ്രയാസം. അപ്പൊ ഞാൻ എഴുതിയൊരു സാധനം 2 ആഴ്ച കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് നോക്കും, എന്താ എനിക്ക് തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടാവും. മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താ? ഇപ്പൊ എനിക്ക് ആ സംവിധാനം വേണ്ട. എനിക്ക് തന്നെ ലാപ്ടോപ്പ് ഓണാക്കി വോയിസ് ടൈപ്പിംഗ് കൊടുത്ത് എനിക്ക് ടൈപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൻ്റെതായ ഒരു മാറ്റം ഇവർക്കിടയിൽ വലിയ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഒരു പരിധി വരെ നമ്മുടെ ഡിസേബിലിറ്റീനെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അവിടെ. അത് ആക്സസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എല്ലാ കേന്ദ്രങ്ങൾക്കകത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പൊതുധാരണയുണ്ട്. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി 90% മാർക്കൊക്കെ മേടിച്ച് വരുമ്പോ പൊതുധാരണ എന്താ? അപ്പൊ അവൻ എഴുതിയതല്ലോ, അവരെഴുതി തന്നല്ലേ, അപ്പൊ അവന് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമ്മൾ PGക്ക് പരീക്ഷ എഴുതി നമ്മളെല്ലാ വിഷയത്തിനകത്ത് ജയിക്കുന്നു, ഡിഗ്രി പാസ്സാവുന്നു. സ്ക്രൈബല്ലേ പഠിക്കണേ, അവനല്ലല്ലോ പഠിക്കണേ. ഞാന് നമ്മുടെ ട്രൂ കോപ്പിയിൽ തന്നെ എഴുതിയ ലേഖനം ഞാൻ തന്നെ എഴുതിയതാ. പൂർണ്ണമായിട്ട് ഒരാളെ സഹായം ഇല്ലാണ്ട് ഞാൻ തന്നെ എഴുതിയ വോയിസ് ടൈപ്പിംഗ് വെച്ച് തന്നെ എഴുതിയ സാധന. നമുക്കത് ഇവിടേക്ക് എഴുതി അയച്ച് ഇവിടെ ആ സാധനം വരുമ്പോ അത് നമ്മള് കാണുമ്പോ ആ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ എനിക്ക് JRF കിട്ടിയപ്പോ അത്ര സന്തോഷം എനിക്ക് തോന്നിയിട്ടില്ല. JRF പരീക്ഷ പാസ്സായ സമയത്ത് എനിക്ക് അത്ര സന്തോഷം തോന്നിയിട്ടില്ല. സിബിൻ എൽദോസ്, ഭിന്നശേഷിക്കാരുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പങ്കാളിത്തം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്താണ് സിബിനിപ്പോ. സിബിൻ SFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. പിന്നെ ഓൾ കേരള റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവീനറും കൂടിയിട്ടാണ്. ഈ വിഷയം ഭയങ്കര രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സംഗതിയും കൂടിയാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു സംസാരത്തിന് ഇരിക്കാനുള്ള ഒരു സാഹചര്യവും കൂടെ. പ്രാതിനിധ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പങ്കാളിത്തം എന്ന് പറയുന്നത് അധികാര രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്ക് പല കമ്മിറ്റികളിൽ ഇപ്പോൾ താഴെത്തട്ടിലൊക്കെ നമുക്ക് പ്രാതിനിധ്യം ഉറപ്പായിട്ടും ആവശ്യമുണ്ട്. പക്ഷെ അതൊരു ഭരണ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിലേക്ക് പ്രാതിനിധ്യം അത് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള സംഗതികളും റിഫ്ലക്റ്റ് ചെയ്യുക, സമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാന്ന് തോന്നാറുണ്ട് എപ്പോഴും. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? തീർച്ചയായും നമ്മൾ ഈ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ അല്ലെങ്കിൽ ഉൾക്കൊണ്ടു പോകേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളതൊരു കാരണമാണ്. മറ്റൊന്ന്, ഈ മേഖലയിൽ പ്രധാനപ്പെട്ട പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. പഠനം നടക്കേണ്ട ഒരു മേഖലയാണ്. പക്ഷെ ആ തരത്തിലുള്ള ഒരു പഠനങ്ങളോ അല്ലെങ്കിൽ പ്രാതിനിധ്യമോ ഇതിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖല ചൂസ് ചെയ്തത്.
ഈ സബ്ജക്ട് സിബിന്റെ ഒറ്റയ്ക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നോ അതോ വേറെ ഒരു കൂട്ടായ ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു അങ്ങനെ തിരഞ്ഞെടുത്താണോ അതോ ഇതിൽ ഗവേഷണം ചെയ്ത് അതിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ്? ഞാൻ PG പഠിക്കുന്ന കാലം തൊട്ട് തന്നെ റിസർച്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. റിസർച്ച് ചെയ്യുമ്പോൾ ഭിന്നശേഷിക്കാരുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള പങ്കാളിത്തം എന്നുള്ള വിഷയത്തിൽ ചെയ്യണം എന്ന് ആലോചിച്ച് വന്ന ആളാ. പക്ഷെ അതിനൊരു ടോപ്പിക്കിലേക്കും റിസർച്ച് മേഖലയിലേക്കും കൊണ്ടുവരാൻ സഹായിച്ച അധ്യാപകരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ മേഖല പൂർണ്ണമായിട്ട് ഞാൻ തന്നെ തെരഞ്ഞെടുത്തതാണ്. അതിനുറപ്പായിട്ട് ഒരു കാരണമുണ്ട്. അപ്പൊ നമ്മുടെ അനുഭവങ്ങളാണ്, നമ്മൾ പഠനത്തിൽ കൂടെ കടന്നു വന്ന വഴികളാണ്, നമ്മൾ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്, വിദ്യാർത്ഥി രാഷ്ട്രീയം അതിനകത്ത് പങ്കുവഹിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അതിന് പങ്കുവഹിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഒരു ഗവേഷണ വിദ്യാർത്ഥി ഒരു ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കുമ്പോഴേ ഒരു അക്കാദമിക് ഡോക്ടറേറ്റ് കിട്ടുക എന്നുള്ളതിനപ്പുറത്ത് ജീവിതവും കൂടെ അതിനകത്ത് ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് അങ്ങനെ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ പക്ഷെ കൃത്യമായിട്ടും അത് അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ താല്പര്യം മാത്രമല്ല, നമ്മുടെ ജീവിതവും നമ്മുടെ രാഷ്ട്രീയവും കൃത്യമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടത് എപ്പോഴാണ്? പഠനകാലം എങ്ങനെയായിരുന്നു? ഞാൻ ഒരു +2 വരെ പഠിക്കുന്നത് തികച്ചും ഒരു ഭിന്നശേഷി വിദ്യാർത്ഥി നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ടാണ്. അപ്പൊ എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള പഠനം തികച്ചും വളരെ പ്രയാസങ്ങളിലൂടെ പോയൊരു പഠനമാണ്. എൻ്റെ വീട് ഞാൻ പറഞ്ഞു വെച്ചതുപോലെ തൃശ്ശൂർ ജില്ലയിൽ മരുട്ടിച്ചാലാണ്. മരുട്ടിച്ചാല് പ്രദേശം എന്ന് പറഞ്ഞൊരു തികച്ചും ഗ്രാമപ്രദേശം, മലയോര പ്രദേശമാണ്. എൻ്റെയൊക്കെ പാരൻസ് എന്ന് പറഞ്ഞ അന്നത്തെ ജീവിതത്തിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം അവര് എനിക്ക് തന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വീട്ടില് അച്ഛനും അമ്മയും ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. സഹോദരൻ മരണപ്പെട്ടു കൊല്ല. അപ്പോ അവർക്ക് തരാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി അവർക്കും ധാരണ ഉണ്ടായിരുന്നില്ല. അത് അവരുടെ തെറ്റല്ല, കാരണം അവർക്കും അത്തരത്തിലുള്ള ഒരു അറിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോ ഞാൻ 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പരാജയപ്പെട്ട ആളാണ്. അന്ന് ഈ ഓൾ പ്രൊമോഷൻ സംവിധാനങ്ങളൊന്നുമില്ല. 5ലും 8ലും ഞാൻ പരാജയപ്പെട്ടു. 5ലും 8ലും പരാജയപ്പെടുന്നത് ഞാൻ എഴുതുന്ന ഉത്തരം എൻ്റെ അധ്യാപകർക്ക് വായിക്കാൻ പറ്റുന്നില്ല. അധ്യാപകർക്ക് അത് വായിക്കാൻ പറ്റാണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരത് വിട്ടിടുക. ഞാൻ എഴുതുന്നതിന്റെ പ്രശ്നം, ഞാൻ പഠിക്കുന്നതിന്റെ പ്രശ്നം എന്നെ ബാധിച്ചിട്ടുണ്ട്. ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാണ് ഭിന്നശേഷിക്കാർക്ക് നമ്മുടെ രാജ്യം കൊടുക്കുന്ന അവകാശങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്. അതൊരു അധ്യാപകനിലൂടെ തന്നെയാണ്. അന്നത്തെ എൻ്റെ സ്കൂളിലെ HM ആണ് എനിക്കിത് പറഞ്ഞൊക്കെ തരുന്നത്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള സംവിധാനം ഉണ്ട്. ആ സംവിധാനം നമ്മൾ എടുക്കുന്നതിന് എന്തിനാണ് എടുക്കുന്നത്, അതെങ്ങനെയാണ് എടുക്കുന്നത്, അത് എടുക്കുന്നതിന്റെ ഉപകാരം എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ്. 10ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സ്ക്രൈബിനെ യൂസ് ചെയ്യുന്നത്. അതൊരു സംവിധാനത്തെ പറ്റി എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പൊ 1ാം ക്ലാസ് മുതൽ ഇപ്പൊ സെറിബ്രൽ പാസി ആണ് ഇപ്പൊ സിബിന് ഉള്ളത്. അത് സിബിൻ സ്വയം മനസ്സിലാക്കിയിരുന്നോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെഡിക്കൽ കൺസൾട്ടേഷൻ ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്? മെഡിക്കൽ കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ജീവിച്ചു വന്നൊരു പശ്ചാത്തലം ഉണ്ട്. നമ്മുടെ പേരൻസ് ഇതിനെ നോക്കി കാണുന്ന രീതി ഉണ്ട്. ഒരു ആശുപത്രി പോയി എല്ലാ ടെസ്റ്റും എടുത്തത് ചെയ്ത് ഇതിനെ പരിശോധിച്ച് മനസ്സിലാക്കണം എന്നതിനപ്പുറത്തേക്ക് നാട്ടുവൈദ്യങ്ങള്, വൈദ്യരെ കാണാൻ പോവുക, അല്ലെങ്കിൽ ഹോമിയോ നോക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് തിരുമ്മി കഴിഞ്ഞാൽ റെഡിയാവുക, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് നമ്മള് ശരിയായി നല്ല രീതിയിലേക്ക് വരണമെന്ന് അവർക്കും കൂടെ ആഗ്രഹമുള്ള കാരണം അവരതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ശരിയായ വഴി എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ആ കാലഘട്ടത്തിൽ നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു പക്വതയിലേക്ക് നമ്മളും എത്തിയിട്ടില്ല. അപ്പൊ ആ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുന്ന ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്താണ് എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആ സമയത്ത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് മനസ്സിലാക്കി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിനകത്ത് രേഖപ്പെടുത്തണം. നിങ്ങളെ ബാധിക്കുന്ന ഭിന്നശേഷി എന്താണ് എന്ന് കൃത്യമായിട്ട് എഴുതണം.
അത് എത്ര ശതമാനം ഉണ്ടെന്ന് എഴുതണം. അതൊരു മെഡിക്കൽ ബോർഡ് ടീമാണ് അത് പരിശോധിക്കുക. അത് പരിശോധിക്കണമെങ്കിൽ ഇതറിയണം. ആ സമയത്താണ് കറക്റ്റ് ആയിട്ട് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കുന്നത്. പല കാര്യങ്ങളും പല സമയത്ത് പല രീതിയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്കുള്ള പ്രശ്നം എഴുതുമ്പോ കൈ ഷിവർ ചെയ്യും എന്നുള്ളതാ. നമ്മള് ചെറുപ്പത്തിലൊക്കെ പറയും പൂച്ചേനെ തല്ലി കൊന്നിട്ടാണെന്ന്, അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൻ പ്രദേശമാണ്, അങ്ങനെ പല വാദങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പ്രശ്നം എന്നെ ഭീകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ആ പ്രായം വരെ. അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ പിന്നെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ ഇതൊരു ഇഷ്യൂ ആണെന്നും? ഇപ്പൊ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞല്ലോ, 6ാം ക്ലാസ്സിൽ തോറ്റു. അപ്പൊ വായിക്കുന്നുണ്ടാവും, മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം, അത് ആരെങ്കിലും ഒക്കെ ആയിട്ട് പങ്കുവെച്ചിട്ടുണ്ടോ? ഇത് ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല, ഇത് വേറെന്തോ പ്രശ്നമാണെന്ന്? അങ്ങനെ സത്യം പറഞ്ഞ ആ സമയത്ത് നമുക്ക് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. നമുക്കിത് മറ്റൊരാളോട് പറയാനുള്ള ഒരു ആത്മവിശ്വാസമോ, ഞാൻ പറയാലോ, ഞാൻ പൊതുവേദികളിലൊന്നിനും പോയില്ലായിരുന്നു. വിവാഹങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളിലോ ഫങ്ഷൻസിലോ ഒന്നും പങ്കെടുക്കില്ല. അപകർഷതാബോധ, ഭയങ്കര അപകർഷതാബോധ. ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുകയോ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അവർ നമ്മളെ നോക്കുന്നുണ്ടോ, അപ്പൊ അതിന് പോലും ധൈര്യം ഇല്ലാതിരുന്ന കാലഘട്ടം അത്. ആ കാലഘട്ടത്തിൽ ഇതൊരു മറ്റൊരാളോട്, നമ്മുടെ പാരൻസിനോടൊക്കെ പറയും എന്നല്ലാണ്ട് അവര് നമ്മളെ ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ നീ അത് ചെയ്യണം എന്ന് പറയുകയോ അതിനപ്പുറത്തേക്ക് വേറൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അധ്യാപകരൊന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയോ ഒന്ന് വിളിച്ചിരുത്താൻ ശ്രമിക്കുകയോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയായിരുന്നു? സുഹൃത്തുക്കൾ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയാണ്ട് പോകാൻ പറ്റില്ല, അതൊരിക്കലും പറയാണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ കുറവുണ്ടെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയിട്ടുള്ള സുഹൃത്തുക്കളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ചേർത്ത് പിടിക്കുകയാണ്. കളിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് കൈപ്പിടിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോകും. അങ്ങനത്തെ ആളുകളാണ് ഉണ്ടായിട്ടുള്ളൂ. ഒരു തരത്തിലും അങ്ങനെ മാറ്റി നിർത്തുന്ന ആളുകളൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കളിക്കാൻ ഗ്രൗണ്ടിലൊക്കെ പോയി അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, കളിക്കും എല്ലാം ചെയ്യായിരുന്നു. നമ്മുടെ ഒരു നാട്ടും പ്രദേശങ്ങളിലെ പ്രത്യേകത, അവര് ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ്. അവരങ്ങനെ നമ്മളെയും കൂടെ ചേർത്ത് പിടിച്ചോണ്ട് ഭയങ്കര ഇൻക്ലൂസീവ് ആണ്, ഭയങ്കരാണ്. നമുക്കുള്ള സ്പേസ്, എനിക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് കിട്ടിയേക്കണ എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ. കളിസ്ഥലങ്ങളിലും അവിടെയൊക്കെയാണ്. ഞാൻ നല്ലോണം കളിക്കായിരുന്നു. ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, ഒക്കെ കളിക്കാൻ ചെയ്യായിരുന്നു. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്പേസ് കിട്ടിയായിരുന്നു. ആ സ്പേസ്, കളിക്കാനുള്ള സ്പേസ് അവര് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പൊ ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോ ഞാൻ ബോൾ എറിയുമ്പോ എന്റെ ബോൾ നിൽക്കാത്ത ആളുകളുണ്ടായി. ആ സമയത്ത് അങ്ങനെ ബോൾ എറിയായിരുന്നു, ബാറ്റ് ചെയ്യായിരുന്നു, ഒക്കെ ചെയ്യായിരുന്നു. സ്പേസ് കിട്ടിയപ്പോ നമുക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് വായിക്കുകയൊക്കെ ചെയ്യായിരുന്നോ? വായനാശീലം ഉണ്ടായിരുന്നു, വലിയ രീതിയിലില്ലെങ്കിലും ചെറുതായിട്ടുള്ള വായനാശീലവും കാര്യങ്ങളൊക്കെ അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം, ഞാൻ ഈ 8ാം ക്ലാസ്സിൽ പരാജയപ്പെടുന്ന സമയത്ത് സത്യം പറഞ്ഞ എനിക്കൊരു മടുപ്പ് തോന്നി. വിദ്യാഭ്യാസത്തോട് തന്നെ ഒരു മടുപ്പ് തോന്നി. പഠിക്കാൻ പോകണ്ടെന്ന് തീരുമാനിച്ച ആളാ. ഇനി പോണ്ട, നമുക്ക് പറ്റിയ പണിയല്ല, നമ്മൾ എന്ത് ചെയ്തിട്ട് ഇനി അത് റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന ആളാ. ഞാൻ അഭിമാനത്തോടു കൂടി പറയും, എന്റെ അമ്മയാണ് അന്ന് തന്നെ നിർബന്ധിച്ച് കൈപിടിച്ച് അന്ന് 8ാം ക്ലാസ്സിൽ വീണ്ടും കൊണ്ട് ചെന്നിരുത്തിയത് എന്റെ അമ്മയാ. അമ്മയുടെ പേരെന്താ? ശാലി എന്നാണ് പേര്. അമ്മ കൊണ്ടുവന്നിരുത്തിയ, അമ്മ പഠിച്ചേ തീരൂ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരുത്തിയത് അമ്മയാ. എനിക്ക് പഠിക്കാൻ പോകാൻ മടിയായിരുന്നു ഭയങ്കരമായിട്ട്. വീണ്ടും തോറ്റ് കഴിഞ്ഞപ്പോ, കാരണം നമ്മുടെ വീടിന്റെ അവിടേക്കുള്ള നമ്മുടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ നമ്മുടെ ഒപ്പത്തി നമ്മുടെ ക്ലാസ്സിൽ ഒന്നിച്ച് വന്നിരിക്കും. അത് ഭയങ്കര അവസ്ഥയാണ് കേട്ടോ, ഭയങ്കര അവസ്ഥയാണ്. അവരൊപ്പം ഇരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടേതല്ലാത്തൊരു കാരണം കൊണ്ട് നമ്മൾ വീണ്ടും അവിടെ ഇരിക്കേണ്ട വരിക. അവിടുന്ന് അമ്മയാണ് ഒരവസരം അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ പ്രചോദനം തന്നെ നമ്മളെ കൊണ്ടുവന്നിരുത്തിയത്. വലിയൊരു മുന്നേറ്റമായിരുന്നു. അമ്മ എന്ത് ജോലിയാ ചെയ്യണേ? അപ്പൊ ഒരു സാധാരണ ഇപ്പൊ അവിടെ ഒരു ചെറിയൊരു കമ്പനി ഉണ്ട്, ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒക്കെ പൊടികളിലൊക്കെ, അവിടെയൊക്കെ ജോലിക്ക് പോകുന്ന സാധാരണ. അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാ, കൂലിപ്പണിയാണ്. സിവിൻ വണ്ടി ഓടിക്കോ? വണ്ടി ഓടിക്കും. വണ്ടി ഓടിച്ചാ വന്നല്ലേ? 2 വീലർ ഉണ്ട്. ഇപ്പൊ SFIയില് ഇപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് നിൽക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനം സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട് SFIയിലൊക്കെ? ഇല്ല, സ്കൂളിൽ തുടങ്ങിയില്ല. ഞാൻ കോളേജിലാണ് സംഘടനാ രംഗത്തേക്കൊക്കെ വരുന്നത്, കോളേജ് കാലഘട്ടത്തിലാണ്.
സ്കൂൾ കാലഘട്ടത്തിൽ അത്തരം പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുള്ള സ്പേസ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല അവിടെ. +2 എന്താ ചെയ്തത്? എന്ത് വിഷയമായിരുന്നു പഠിച്ചത്? കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സിലാണ് +2 പഠിച്ചത്. ഡിഗ്രിക്ക് വന്നപ്പോ? ഡിഗ്രി ബികോം ആയിരുന്നു. ബികോം ഫിനാൻസ് ചെയ്ത് തൃശ്ശൂർ ഗവൺമെന്റ് കോളേജ് അച്യുതമേനോനില്. അവിടെ നിന്നാണ് SFI ആക്റ്റീവ് ആവുന്നത്? അതെ അതെ. ഞാന് +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞാൻ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവസാന ബെഞ്ചിലിരിക്കുമല്ലോ. അവസാന ബെഞ്ചിലിരിക്കും. നമുക്ക് അത്ര അടുപ്പുള്ള 1-2 ആളുകൾക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സംസാരിക്കാൻ പേടി, ഇടപഴകാൻ പേടി, അധ്യാപകരുടെ അടുത്ത് സംസാരിക്കാൻ പേടി ഒക്കെ ആയിരുന്നു. ആ പേടി വെച്ചുകൊണ്ട് തന്നെ ഞാൻ കോളേജിലേക്ക് പഠിക്കാനും ചെല്ലണേ. അതേ ക്യാരക്ടറാണ് എനിക്ക് കോളേജിലും ലാസ്റ്റ് ബെഞ്ചില് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് സ്പേസ് ഉണ്ടാക്കി തന്നത് ഈ സംഘടനയാണ്. അത് പറയാണ്ട് പോകാൻ പറ്റില്ല. അത് ഈ സംഘടനയാണ്. കാരണം ആരോടും മിണ്ടാണ്ട് അല്ലെങ്കിൽ പൊതുരംഗങ്ങളിലേക്ക് വരാൻ മടിച്ചിരുന്ന സിബിന് അവിടുന്ന് മുന്നോട്ട് വരാനുള്ളൊരു വഴി വെട്ടിത്തന്നത് ഈ സംഘടന SFI ആണ് പറയണം. നമ്മളെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കും, സംസാരിക്കാൻ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് ക്ലാസ് ക്യാമ്പയിൻ എടുക്കുമ്പോ, ഫസ്റ്റ് ക്ലാസ് ക്യാമ്പയിൻ ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മുടെ ഡെസ്ക് ഉണ്ടല്ലോ, നമ്മുടെ പോഡിയങ്ങളൊന്ന് കിടുകിടാന്ന് പറക്കുക. കാരണം പോഡിയത്തുമ്പോ നമ്മൾ മുറുക്കി പിടിച്ചേക്കുക. ഒന്നാമത് നമുക്ക് ഷിവറിങ് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പോഡിയം കിടന്ന് പറക്കുക. അപ്പൊ കുട്ടികൾ ഇങ്ങനെ അത്ഭുതത്തോട് വെക്കുക, ഇതെന്താ ഇയാളുടെ പ്രശ്നം. കുറച്ച് നമ്മളെ അടുത്തറിയാവുന്ന കുറച്ച് ആളുകൾ ചിരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാ ഇത് പറഞ്ഞു തീർത്താ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയത്. അന്ന് ഞാൻ ഇറങ്ങിയിട്ട് എന്നെ ക്ലാസ്സിനകത്ത് സംസാരിക്കാൻ കയറ്റിയ ആളെ കൂടുപാട് ചീത്ത പറഞ്ഞു. നാളെ മേലൊക്കെ എന്നെ ഈ പരിപാടിക്ക് വിളിക്കരുത് പറഞ്ഞു. അവർ പിന്നെ വിളിച്ചു, പിന്നെ സംസാരിപ്പിച്ചു. അവിടുന്ന് ആ കോളേജിനകത്ത് മുഴുവൻ വിദ്യാർത്ഥികളും കൈയടിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കാൻ എന്നെ വളർത്തിയത് ആ സംഘടനയാണ്. അത് പറയാണ്ട് പോകാൻ പറ്റില്ല. ആ ക്യാമ്പസിനകത്ത് SFIയുടെ യൂണിറ്റിന്റെ ഭാരവാഹിയാക്കി, യൂണിവേഴ്സിറ്റി യൂണിയന്റെ കൗൺസിലറാക്കി മത്സരിപ്പിച്ചു. അങ്ങനെ വലിയ അവസരങ്ങളാണ് എനിക്ക് ആ സംഘടന ഒരുക്കി തന്നത്. അവിടുന്നാണ് ഒരു മാറ്റം തുടങ്ങുന്നത്. നമ്മള് +2 വരെ ഇരുന്ന അവസാന ബെഞ്ചിലിരുന്ന് ആരോടും മിണ്ടാണ്ടിരുന്ന ഒരാള് പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി, വിദ്യാർത്ഥി വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ തുടങ്ങി, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി, ക്ലാസ് ക്യാമ്പയിനുകൾ എടുക്കാൻ തുടങ്ങി. അങ്ങനൊക്കെ മാറിയത് അവിടെ നിന്ന് വലിയൊരു മാറ്റം. അത് സാമൂഹ്യമായിട്ടുള്ളൊരു മാറ്റാണ് എന്നിൽ ഉണ്ടാക്കിയത്. അതാണ് ഒരു പറയുന്ന ഡിഗ്രി കാലഘട്ടം അങ്ങനെയായിരുന്നു. ഒരു അണിയിൽ നിന്ന് ഒരു നേതാവിലേക്കുള്ളൊരു വളർച്ചയുണ്ട്. അതിന് ഉറപ്പായിട്ട് സംഘടന കൂടെ നിന്നിട്ടുണ്ട്. എല്ലാ രംഗത്തും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീ പ്രാതിനിധ്യത്തെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും പ്രാതിനിധ്യം കൂടണം, എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ അങ്ങനെയാണല്ലോ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ. സംവരണത്തിലൂടെ ആണെങ്കിൽ അങ്ങനെ ഒക്കെ അധികാരത്തിൽ, അതാ ഞാൻ പറയാൻ വന്നത്, ഈ നേതാവാകുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ ഇടയിലുള്ള ഇതേ സമാനരായിട്ടുള്ള മനുഷ്യരെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുക. അവരുടെ പ്രശ്നങ്ങളെ അതേ റിയാലിറ്റിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അധികാര സ്ഥാനത്ത് ഈ റെപ്രസെന്റേഷൻ വരുമ്പോഴാണ്. ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ സബ്ജക്റ്റ് എടുക്കുന്നതും. അതുകൊണ്ട് എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്? അതായത് ഒരു നേതാവ് കാണുന്ന കാഴ്ചയുണ്ടല്ലോ, അത് ഒരു ഭിന്നശേഷിക്കാരനായ ഒരു നേതാവ് ലോകത്തെ നോക്കുന്നത് വേറൊരു കാഴ്ചയായിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെയല്ലേ? അതെ അതെ. എന്താന്ന് വെച്ചാല് ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച പോലെ തന്നെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അഡ്രസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വേണമെന്ന് നമ്മൾ പറയുന്നതിന്റെ ആവശ്യം. വനിതകളുടെ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ അവര് വേണം. അല്ലെങ്കിൽ ഈ പറയുന്ന SC/ST കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം മനസ്സിലാക്കുന്നതിന് അവര് വേണം. അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയം മനസ്സിലാക്കണമെങ്കിൽ അവര് വേണം. ഭിന്നശേഷിക്കാരന്റെ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ അവര് വേണം എന്ന് പറയണ ചെറിയ ഉദാഹരണത്തിൽ പറയാം. ഇപ്പൊ നമ്മുടെ മീഡിയ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഒരു സാധനം, ഒരു ഭിന്നശേഷി വിദ്യാർത്ഥി ഒരു ക്യാമ്പസിലേക്ക് പഠിക്കാനായിട്ട് കടന്നു വരിക. അവിടുത്തെ വിദ്യാർത്ഥികള് അവനെ ഭയങ്കരമായിട്ട് സഹായിക്കണു, അവനെ വീൽ ചെയർ പൊക്കി ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും. അതിന് മോശമാക്കി പറയല്ലേട്ടാ, മോശമാക്കി നല്ല കാര്യമാണ്. എന്തുകൊണ്ടാണ് ആ വീൽ ചെയർ പൊക്കി ക്ലാസ്സിലേക്ക് ആ വിദ്യാർത്ഥിനെ കൊണ്ടുവന്നിരുത്തേണ്ട അവസ്ഥ വരുന്നു? അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നമാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് അവിടുത്തെ അധികാരികൾക്കോ
ഈ സമൂഹത്തിന് പറ്റിയിട്ടില്ല. അതെ. അപ്പൊ അവന്റെ ആവശ്യം എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്തിട്ടാ, പഠിക്കാൻ വരുമ്പോ അവന് വീൽ ചെയർ ഉന്തി കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതല്ല വേണ്ടേ. എമ്പതിയാണ് വേണ്ടേ. അത് മനസ്സിലാക്കണമെങ്കിൽ ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരണമെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ വന്നേ തീരൂ. അത് അവരുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യണമെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ വന്നേ തീരൂ. എന്ത് തന്നെ പ്രശ്നം മനസ്സിലാവണമെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് എന്ത് പറഞ്ഞാലും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആ കാമ്പിലേക്ക് ഇറങ്ങി ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. അതുകൊണ്ടാണ് പറയണേ അവരുടെ പങ്കാളിത്തം വേണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം മുന്നേറ്റ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തുകൊണ്ട് +2 വരെ ഇങ്ങനെ ഇരുന്നു, +2 കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ ചേഞ്ച് വന്നു. പൂർണ്ണമായിട്ട് ഞാൻ മാറിയെന്നൊന്നും അവകാശപ്പെടുന്നൊന്നുമില്ല. എന്നാലും ഇന്നിവിടെ ഇരുന്ന് ഈ ഇന്റർവ്യൂവിന് സംസാരിക്കാനുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടല്ലോ. ആ മാറ്റം ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടേതായ സ്പേസ് കിട്ടിയായിരുന്നു. അപ്പൊ സിബിന് കിട്ടിയൊരു സ്പേസ് പഠിക്കാൻ വരുന്ന മുഴുവൻ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും കിട്ടണം. മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ SFI പോലുള്ള സംഘടനകൾ നടത്തുന്നുണ്ട്, ഉദാഹരണങ്ങളും ഉണ്ട്. അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള സംവരണം കൊണ്ടുവന്ന് തന്നെ സംവിധാനങ്ങൾ ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ നമ്മുടെ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുണ്ട്. 1-2 ക്യാമ്പസുകൾ യൂണിവേഴ്സിറ്റികൾ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഒന്ന് MG യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പ് ചട്ടത്തില് വനിതാ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ലേഡി റെപ്രസെന്റേറ്റീവ് സീറ്റുകളുണ്ട്. അതിനപ്പുറത്തേക്ക് സെനറ്റ് സ്റ്റുഡന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് പ്രധാന ബോഡിയാ, വിദ്യാർത്ഥി പങ്കാളിത്തമുണ്ട്. അവിടെ ഗവേഷക പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ഗവേഷക പ്രതിനിധിയുണ്ട്. ഗവേഷക സെനറ്റ് പ്രതിനിധിയാണ് നിലവില് MGയില്, സെനറ്റ് മെമ്പറും കൂടി. അതിനപ്പുറത്ത് വനിതാ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വനിതാ സീറ്റുകൾ ഉണ്ട്. അതിനപ്പുറത്ത് ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് പങ്കാളിത്തം ഉറപ്പുവരുത്താൻ SC/ST സംവരണം എവിടെ നിലനിൽക്കുന്നുണ്ട്? സ്റ്റുഡന്റ് സെനറ്റ് തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നുണ്ട്. അവരുടെ പങ്കാളിത്തമുണ്ട്. ഇപ്പൊ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലേക്ക് വന്ന ചെറിയ യൂണിവേഴ്സിറ്റി, മാതൃകയായിട്ട് നമ്മൾ കാണേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഏകദേശം ഒരു 20 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ കൗൺസിലറായിട്ടാണ് പരിഗണിക്കുന്നത്. കുഞ്ഞു യൂണിവേഴ്സിറ്റി ആയ കാരണം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജയിച്ചു വരുന്ന ആളുകൾ യൂണിവേഴ്സിറ്റി യൂണിയന്റെ കൗൺസിലറാണ്. 20 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ നിശ്ചിത ശതമാനം ഡിപ്പാർട്ട്മെന്റുകൾ വനിതകൾക്കായി മാറ്റിവെക്കും. ഞാൻ പറഞ്ഞ ലേഡി റെപ്രസെന്റേറ്റീവിന് അപ്പുറത്ത് ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രതിനിധികൾ വനിതാ സീറ്റ് ഉണ്ട്. അതെല്ലാ കൊല്ലം ലോട്ടിട്ടെടുക്കുക. ലോട്ടിട്ട് 20 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ 10 വനിതകളും 10 മറ്റു ബാധ്യപ്പെട്ട ആളുകൾ. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടായി വന്നൊരു സാധനമൊന്നുമല്ല. ഇപ്പൊ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നപ്പോ അവര് ഈ പറയുന്ന രീതിയിൽ ഭയങ്കര ഇൻക്ലൂസീവായും അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടൊക്കെ ചിന്തിച്ച് ഈ സാധനം കൊണ്ടുവന്നൊന്നുമല്ല. ഇത് ഓരോ കാലഘട്ടത്തിന് സമരങ്ങളുടെയും പുരോഗമന ചിന്താഗതിയുള്ള ഭാഗമൊക്കെ ആയിട്ട് പുരോഗമന വിദ്യാർത്ഥി സംഘടനകളൊക്കെ സമരം ചെയ്ത് കൊണ്ടുവന്നതാ. എന്തിനാ ഇത് കൊണ്ടുവന്നത്? പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന്, മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി. അതേ രീതിയിൽ പരിഗണിക്കപ്പെടേണ്ട ആളുകളാണ് ഭിന്നശേഷിക്കാര്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഡാറ്റയും കൂടെ പറഞ്ഞു പോവാന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പൊ ഇന്ത്യയിലും കേരളത്തിലേക്കൊരു എണ്ണം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2011 അവസാനത്തെ സെൻസസ് നടക്കുന്നത്. ആ സമയത്തെ കണക്ക് പ്രകാരം ഏകദേശം 2.36% ഭിന്നശേഷിക്കാരാ. അത് ഞാൻ പറയുമ്പോ അതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞാൻ 2014 ഭിന്നശേഷിയുടെ കണക്കില് പെടണേ. അപ്പൊ ആ പറയുന്ന കണക്കിൽ നമ്മൾ പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ പെടാത്ത എത്രയോ ആളുകളുണ്ടാവും. ഇതിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഒരു ഭിന്നശേഷിക്കാരൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ, ഇവരൊന്നും ജനിക്കുമ്പോ ഈ പട്ടികയിൽ ഇടം പിടിക്കുന്ന ആളുകളല്ല. ഇപ്പൊ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ്പ്പെട്ട ആളാണെങ്കിൽ ആള് നാച്ചുറലി അതിലാണ് വരുന്നത്, അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ അതിലാണ് വരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. അറിയപ്പെടാത്ത ആളുകളുടെ കണക്ക് വലുതാണ്. ഇഷ്ടം പോലെയാ. ഇപ്പൊ ഒരു
ഒരു വാർഡില് ഏകദേശം ഒരു 15 തൊട്ട് ഒരു 30 വരെ ഭിന്നശേഷിക്കാരായ ആളുകൾ, ഈ പട്ടികയിലുള്ള ആളുകളുണ്ട്. ഇടം പിടിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇടം പിടിക്കാത്ത ആളുകൾ ചിലപ്പോ അതിലും കൂടുതലുണ്ടാവും. ഞാൻ ഏറ്റവും അടിത്തട്ടിലെ കണക്കാണ് പറയണത്. ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ കണക്കാ പറയണത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും 2.3 എന്നുള്ള പെർസെന്റേജിലല്ല. 2027 അടുത്ത് സർവേ അടക്കാൻ പോവാ. അപ്പൊ എന്തൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ഭിന്നശേഷിക്കാരായ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഇല്ല, നമ്മള് വിശർക്കും. നമ്മളിപ്പോ ഞാൻ ഈ മേഖലയിൽ പഠിക്കുന്ന ആളാ, ഞാൻ വിശർക്കും പറയാനായിട്ട്. ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു EMS അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു PBGയോ അങ്ങനെ പറയപ്പെടുന്ന കുറച്ച് ആളുകൾക്കപ്പുറം എന്തുകൊണ്ട് ഇത്തരം നേതാക്കൾ ഉയർന്നു വരുന്നില്ല എന്നുള്ള വലിയ വലിയ പ്രശ്നമാണ്. ഈ ആഗോളതലത്തിൽ തന്നെ നമ്മൾ ഡാറ്റ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ ആളുകളുടെ എണ്ണം ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏതാണ്ട് 3 രാജ്യങ്ങളിൽ മാത്രമാണ് റെപ്രസെന്റേഷൻ കൃത്യമായിട്ട് പാർലമെന്റിൽ വേണമെന്ന്. റുവാണ്ട അല്ലെ, അത്തരത്തിലുള്ള 3 രാജ്യങ്ങളിൽ മാത്രമേ. ഇതിന്റെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഇതിന് മുൻപ് ഉയർന്നു വന്നിട്ടുണ്ടോ? ഭിന്നശേഷിക്കാരായ ആളുകളുടെ റെപ്രസെന്റേഷൻ വേണമെന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ ആളുകളെ സംബന്ധിച്ച് ഏറ്റവും പുതിയ നിയമം എന്ന് പറഞ്ഞാൽ 2016 പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ട് ആണ്. ഇതിനകത്താണ് ഇവരെല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇപ്പൊ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഇവരുടെ ജോലി സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിന്റെ സംവരണം 4% സംവരണമാണ്. ഏറ്റവും അവസാനം വന്ന സ്കൂളുകൾക്കകത്ത് അധ്യാപന നിയമനത്തിനകത്ത് എങ്ങനെയാണ് ഭിന്നശേഷിക്കാരായ ആളുകളെ പരിഗണിക്കേണ്ടതെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ആ ഒഴിവ് നികത്തിയില്ലെങ്കിൽ മറ്റൊഴിവുകൾ നികത്താൻ പാടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്. പക്ഷെ മാനേജ്മെന്റുകളുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് അതൊക്കെ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. അതിലൊന്നും തർക്കമില്ല. മറ്റൊന്ന്, സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും എടുത്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ 5% റിസർവേഷൻ, 5% ഭിന്നശേഷി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ നിയമപ്രകാരം കൊടുക്കണം. 5% ആളുകൾ എത്തുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം. എത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ടിന്റെ 16ാമത്തെ സെക്ഷനിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഭിന്നശേഷിക്കാരൻ ഒരു ക്യാമ്പസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് പരിഗണിക്കേണ്ടത്. ഒന്ന്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇൻക്ലൂസീവിന്റെ അർത്ഥം എന്തിട്ടാ? അവനെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസം വേണം. അവനെയും കൂടെ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അവനുള്ള സ്പേസ് വേണം എന്ന് അതിന്റെ അർത്ഥം. അതെ, അടിമുടി മാറണം. ഇത് മാറിയിട്ടില്ല, ഇന്നും മാറിയിട്ടില്ല. മറ്റൊന്ന്, അവനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും എവിടെ പാടില്ല, ക്യാമ്പസുകളിലോ സ്കൂളുകളിലോ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഭൗതിക സാഹചര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ആ കുട്ടീനെ എടുത്ത് ക്ലാസ്സിൽ കൊണ്ടുപോകേണ്ടത്? ഒരു റാമ്പ് പോലും ചെറിയൊരു മാറ്റം മതി അല്ലേ? ആ ഭൗതിക സാഹചര്യങ്ങൾ കൃത്യമായിട്ട് ഒരുക്കപ്പെടണം. എനിക്ക് തോന്നണ ഇപ്പൊ കൊറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, മാറ്റം വരുന്നുണ്ട്. നമ്മളങ്ങനെ കാടടച്ച് എല്ലാം മോശമാണെന്ന് പറയണ ശരിയൊന്നുമില്ല. ബിൽഡിങ്ങിലൊക്കെ ഇപ്പൊ നിർബന്ധമായിട്ട് ഇപ്പൊ നമ്മുടെ അടുത്ത വർഷ സർക്കാർ വന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂമുകളായി. അത് തികച്ചും ഭിന്നശേഷിക്കാർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. ഇന്നതല്ല അവസ്ഥ, നേയുക. ഇന്ന് എനിക്ക് എനിക്ക് വായ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം എഴുതി വരും. അത് ക്ലാസ് റൂമുകളിലേക്കും കടന്നു വരിക. ആ സംവിധാനങ്ങൾ സർക്കാർ എടുക്കുക. ഇവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങള്. ഇപ്പൊ കേൾക്കാൻ കഴിയാത്ത ഒരാൾക്ക് ചിത്രം കാണുമ്പോ അവനത് മനസ്സിലാവും. സ്മാർട്ട് ക്ലാസ് റൂം വരുമ്പോഴുള്ള സംവിധാനങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു പോകാണ്ട് പറ്റില്ല. വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നാലും പൂർണ്ണമായി ഇപ്പോഴും പറയാൻ പറ്റില്ല. ഭിന്നശേഷി സൗഹൃദമാണ് നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ 3-4 നിലയുള്ള കെട്ടിടങ്ങൾക്കകത്ത് ലിഫ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ലിഫ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ സ്ഥലങ്ങളും അങ്ങനെയൊന്നും ആയിട്ടില്ല. ആയി തീരേണ്ടതായിട്ടുണ്ട്. മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. നേരത്തെ 7 കാറ്റഗറിയാണ്
ഭിന്നശേഷിക്കാരായിട്ട് നേരത്തെ നിയമത്തിൽ കൊണ്ടുവന്നിരുന്നത്. ഇപ്പൊ 2016 പുതുക്കിയ നിയമത്തിൽ 21 കാറ്റഗറി. ഇപ്പൊ നമുക്ക് ചുറ്റുപാടും നോക്കുമ്പോഴേ നേരത്തെ പറഞ്ഞില്ലേ അറിയാതെ പോകുന്ന സംഗതികളുണ്ട്. ഇപ്പൊ എന്താ പറയാ, കാഴ്ച പരിമിതരായിട്ടുള്ള, കേൾവി പരിമിതരായിട്ടുള്ള ആളുകളൊക്കെ വിസിബിളായിട്ട് അവർക്കും മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഇതിന്റെ ഒരു വലിയ സ്പെക്ട്രമാണല്ലോ ഈ ഭിന്നശേഷി എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത്. വലിയൊരു സ്പെക്ട്രമായിട്ട് ഇപ്പൊ ഓട്ടിസം അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഒരു തിരിച്ചറിവ് ഇല്ലാതെ പോകുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ താഴെത്തട്ടിൽ നിലനിൽക്കുന്നുണ്ടോ ഇപ്പോ? ഒരു പരിധി വരെ ഉണ്ടെന്ന് പറയാം. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച്, ഈ പറയുന്ന ആശാ വർക്കർമാര് കേന്ദ്രീകരിച്ച് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് മുൻകാലങ്ങളിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഉദാഹരണമാണല്ലോ ഞാൻ. അതെ. അല്ലെങ്കിൽ 9ാം ക്ലാസ് വരെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഞാൻ നിൽക്കില്ലല്ലോ. അപ്പൊ ആ തരത്തിലുള്ള മാറ്റങ്ങള് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഇടപെടലുകൾ ഒന്നും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാ. ആദ്യം നമ്മുടെ അധ്യാപകർക്കൊക്കെ ഒരു അവയർനെസ് കിട്ടുന്നത് ഏറ്റവും നല്ലതാ. ഇത്തരത്തിൽ ഈ കാലഘട്ടത്തില് ഞാൻ നിന്ന ആ സമയത്ത് വെച്ച് ഇപ്പൊ എടുത്ത കാലഘട്ടം തന്നെ വിലയിരുത്തുന്നത് ശരിയല്ല. അപ്പൊ അതിന്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന സ്കൂളുകളിലൊക്കെ ഒരു അവയർനെസ്, ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചു. ഭിന്നശേഷിക്കാർക്കായിട്ട് ഗ്രാമസഭകളുണ്ട്, ഭിന്നശേഷി ഗ്രാമസഭകൾ പഞ്ചായത്തുകളിലുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നത് ഇത്തരം ആളുകളുടെ ഒരു മുന്നേറ്റത്തിനാ. അവിടെ ഈ പറയുന്ന ഭിന്നശേഷിക്കാരായ ആളുകളെ കണ്ടെത്താനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ആഴത്തിൽ ഇടപെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോഴും എന്താണ് പ്രശ്നം എന്നറിയാത്ത ഭിന്നശേഷിക്കാരുണ്ട്. എന്താ എന്റെ രോഗം, അല്ലെങ്കിൽ ഞാൻ അവസ്ഥ എന്താ എന്നറിയാത്ത ആളുകളുണ്ട്. അതറിയണം. ഭിന്നശേഷി പല വിധത്തിലാ. ഇപ്പൊ ജനിക്കുമ്പോ തന്നെ ഭിന്നശേഷിക്കാരാവുന്ന ആളുകളുണ്ട്. ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിന്റെ ഭാഗമായിട്ട് പല അപകടങ്ങളുടെ ഭാഗമായിട്ട് ഭിന്നശേഷിക്കാരാവുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെടുക? അല്ലെങ്കിൽ ഇവരെ ഈ പട്ടികയിലേക്ക് എങ്ങനെ ഉൾപ്പെടുത്തുക? ഇത് അവയർനെസ് കൊടുക്കേണ്ട വലിയ വിഷയം തന്നെയാണ്. ഇപ്പോഴും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് സംവിധാനം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്ത ആളുകളുണ്ട്. ഇപ്പൊ എന്റെ മുന്നിൽ വന്നിട്ട് ഒട്ടനവധി ആളുകളുണ്ട്, അറിയാത്ത ആളുകളുണ്ട്. ആ അവയർനെസ് കൃത്യമായിട്ട് അടിത്തട്ടിൽ കൊടുക്കണം. അടിത്തട്ടിന്ന് കൊടുത്താലാണ്. അടിത്തട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പഞ്ചായത്ത്, വാർഡ് തലത്തില്, അതുപോലെ സ്കൂള്. അതെ അതെ അതെ. ഞാനൊരു സംശയം ചെയ്യട്ടെ. ഇപ്പൊ ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഉള്ള വ്യത്യാസത്തെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയാ? സ്ത്രീകളും പുരുഷന്മാരും മാത്രല്ല, ഇപ്പൊ ഒരു ട്രാൻസ്ജെൻഡർ, ഇപ്പൊ ഞാൻ പറയാണ് ഉദാഹരണത്തിന്, നമ്മളൊരു ഭിന്നശേഷിക്കാരന് ഒരു റിസർവേഷൻ കൊണ്ടുവരികയാണ്. ഒരു പഞ്ചായത്തില് ഒരു സീറ്റ് ഭിന്നശേഷിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ക്യാമ്പസിനകത്ത് ഒരു സീറ്റ് ഭിന്നശേഷിക്കാരനാണ് എന്ന് പറയാ. അവിടെ നമ്മൾ ആരെ മത്സരിപ്പിക്കും എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഒരു പെൺകുട്ടിയെ മത്സരിപ്പിക്കുകയോ? ഒരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി പ്രയോറിറ്റി എന്തായിരിക്കും എന്നുള്ളത് ആ പ്രശ്നമാണ്. അപ്പൊ ഒന്നിലധികം വിവേചനം നേരിടുന്ന ആളുകളുണ്ട്. ഒരേ സമയം ഭിന്നശേഷിയാണ്, സ്ത്രീയാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഇതിന്റെ വിഷയം ഭീകരമായിട്ട് വീണ്ടും അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പഠിക്കേണ്ട വിഷയമാണ് കേട്ടോ, ഒരു രീതിയിൽ പഠിക്കേണ്ട വിഷയമാണ്. അത് കാഴ്ചപ്പാടിന്റെ നിലപാടിന്റെയും പ്രശ്നമാണ്. ആ നിലപാട് എടുത്തു പോകുക തന്നെ വേണം. ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു, അതിന്റെ ഒരു ഭരണനിർവഹണ ഇതിനകത്തൊക്കെ വോയിസ് ഉള്ള ഒരാളായിട്ട് മാറി. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായും. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇവരെ കൂടെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഇപ്പൊ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയ്ക്ക് വേണം എന്നുള്ള അഭിപ്രായം എന്നെ പോലെ തന്നെ ആ സംഘടനയ്ക്കുണ്ട്. അത്തരത്തിലുള്ള വലിയ ഇടപെടലുകൾ അതിനകത്ത് നടത്താൻ പറ്റും. ഇപ്പൊ കോളേജുകൾ കേന്ദ്രീകരിച്ച് റാമ്പ് പോലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളൊക്കെ യൂണിയന്റെ ഭാരവാഹിയൊക്കെ ആയിട്ട് വന്ന സമയത്തൊക്കെ നമ്മൾ ഒട്ടനവധി റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ കൂടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള പല ഇടപെടലുകളും പല ക്ലബ്ബുകൾക്കകത്ത് ഇവരെ ഉൾപ്പെടുത്തണം. ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാജാസ് കോളേജ്. മഹാരാജാസ് കോളേജിനകത്ത്
2021 ശേഷം 21 മുതൽ തെരഞ്ഞെടുക്കപ്പെടുന്ന യൂണിയൻ ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി, ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥിയെ ആ യൂണിയനിലേക്ക് നോമിനേറ്റ് ചെയ്യും. യൂണിയൻ പ്രതിനിധിയായിട്ട്. അത് വലിയ മുന്നേറ്റല്ലേ, വലിയ മാതൃകാപരമായിട്ടുള്ള മുന്നേറ്റ. അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നു, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ പറ്റുന്നു, പുതിയ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നു. ഇനിയിപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഭിന്നശേഷിക്കാരുടെ വിഷയങ്ങൾ മാത്രമൊന്നല്ല അഡ്രസ്സ് ചെയ്യുക. ഇപ്പൊ ഇത് പറഞ്ഞു വെക്കേണ്ട ഒരു വിദ്യാർത്ഥിയാ കാർത്തിക്. കോട്ടയം നാട്ടാം കോളേജിൽ ചെയർപേഴ്സണാ നിലവില്. ആ വിദ്യാർത്ഥി കഴിഞ്ഞ അധ്യയന വർഷത്തില് ആ ക്യാമ്പസിനകത്ത് മാഗസീൻ എഡിറ്റർ ആയിരുന്നു. SFIയുടെ പാനലില് SFI മത്സരിപ്പിച്ച വീൽ ചെയറിലുള്ള ഒരു വിദ്യാർത്ഥിയാ. അപ്പൊ കാർത്തിക്കിനെ ആദ്യമേ ആ ക്യാമ്പസിനകത്ത് മത്സരിപ്പിക്കുമ്പോ ക്യാമ്പസിന് പരിചയപ്പെടുത്തണം ആരാണ് കാർത്തിക്. വിദ്യാർത്ഥികൾക്കിടയിൽ പല ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒന്ന് ഈ പറയുന്ന ആൾക്ക് ഇത് ചെയ്ത് തീർക്കാൻ പറ്റുമോ, പരിമിതികളില്ലേ, അവനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ മാഗസീൻ ഇറങ്ങുമോ എന്ന് ചിന്തിച്ച ആളുകൾ ഉണ്ടാവാം. ഇവന് ചെയ്യാൻ പറ്റും, മനോഹരമായിട്ട് ചെയ്യും, അവന് അതിനുള്ള കഴിവുണ്ട് എന്ന് ചിന്തിച്ച ആളുകൾ ഉണ്ടാവാം. എന്തോ ആയിക്കോട്ടെ, എന്തായാലും കാർത്തിക് അവിടെ ജയിച്ചു. കാർത്തിക് അവിടെ ജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്ന 3 വർഷത്തിന് ശേഷം MG യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള മാഗസീൻ, ഗംഭീര മാഗസീൻ, വായിക്കേണ്ട മാഗസീൻ, ഗംഭീര മാഗസീൻ കാർത്തിക് ഇറക്കുക. കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഇറക്കുക. അതിനുശേഷം പിറ്റേ വർഷം തെരഞ്ഞെടുപ്പിനകത്ത് ഈ വിദ്യാർത്ഥിയെ ചെയർമാനായിട്ട് മത്സരിപ്പിക്കണേ. അപ്പൊ അവിടെ എന്താ പിന്നെ ഭിന്നശേഷി ഒരു പ്രശ്നമല്ല, ഭിന്നശേഷി ഒരു സാധനമില്ല. കാർത്തിക്കിനെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിപ്പിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിന് ചെയർപേഴ്സണായിട്ട് ക്യാമ്പസിനെ മുഴുവൻ വിദ്യാർത്ഥികളും തെരഞ്ഞെടുക്കുക. അപ്പൊ അതിന്റെ സാധനം എന്താ, നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊരു പൊതു വിദ്യാർത്ഥിയും ചെയ്യുന്ന പോലെ മനോഹരമായിട്ട് നമുക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കല്ലേ. അതേപോലെ സ്പേസുകളാണ് അവർക്ക് വേണ്ടത്. കാർത്തിക് ഒരു മാതൃകയാണ്, അതിനപ്പുറത്തൊരു പ്രചോദനാണ്. ഇത്തരത്തിലുള്ള ഞങ്ങളെ പോലുള്ള ഒട്ടനവധി ആളുകൾ നോക്കി കാണുന്ന ഒരു പ്രചോദനാണ്. ആ സ്പേസുകളാ വേണ്ടേ. അതുപോലെ തന്നെ കാത്തോലിക്കറ്റ് കോളേജിലെ രേവതി പറയുന്നത് പോലെ തന്നെ ഒരു മിഥ്യാധാരണയുണ്ട്. ഇപ്പൊ കാത്തോലിക്കറ്റ് കോളേജില് പ്രത്യേകത ഉണ്ട്. കാത്തോലിക്കറ്റ് കോളേജ് കഴിഞ്ഞ ടൈമിൽ KSUവിന്റെ കയ്യിലായിരുന്നു. അപ്പൊ മറ്റു സംഘടനകൾ പറയുന്നത് എന്തിട്ടാ, ഒരു വിദ്യാർത്ഥിയെ നമ്മൾ സഹതാപത്തിന്റെ പേരിൽ മത്സരിപ്പിക്കുന്നു, സഹതാപ തരംഗം അടുപ്പിച്ചുകൊണ്ട് ക്യാമ്പസ് തിരിച്ചു പിടിക്കാൻ നോക്കുന്നു. അങ്ങനെയാണോ? അങ്ങനെ നമ്മുടെ കേരളത്തിനകത്ത് ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്ര രാഷ്ട്രീയ ബോധം ഇല്ലാത്ത ആളുകളാണോ? അങ്ങനെ കേവലം സഹതാപത്തിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി ക്യാമ്പസിനകത്ത് ജയിക്കോ? അങ്ങനെ ജയിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ജയിക്കുന്നു. ഒട്ടനവധി ഉദാഹരണങ്ങൾ ഞാൻ തിരിച്ചു പറയാം. അങ്ങനെ ജയിക്കൊന്നില്ല. രേവതി ജയിച്ചത് രേവതിക്ക് ആ പണിയെടുക്കാൻ പറ്റുമെന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ ബോധ്യമുള്ള കാരണം ആ പണി ഗംഭീരമായിട്ട് എടുക്കണമുണ്ട്. അതാണ് അതിന്റെ കാര്യം. ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ ഗംഭീരമായിട്ട് പണിയെടുക്കുന്ന ആളാ. മുഴുവൻ വിദ്യാർത്ഥികളെ നയിക്കുക. ഇപ്പൊ കേരളോർമ്മ ക്യാമ്പസിലേക്ക് വന്ന ശ്രീകുട്ടൻ 1000 വോട്ട് പിടിച്ചു. കേരളോർമ്മയില് 1000 മറ്റേ വോട്ട് പിടിച്ചു. അപ്പൊ എന്താ പറയണേ, ശ്രീകുട്ടന് കിട്ടിയ വോട്ട് KSUവിന്റെ വോട്ടാണോ? KSUവിന്റെ വോട്ടാണെങ്കിൽ ബാക്കി എല്ലാ കാൻഡിഡേറ്റിനും ആ വോട്ട് കിട്ടണ്ടേ? കിട്ടിയില്ലല്ലോ. ബാക്കി എല്ലാ സീറ്റിലും SFIക്ക് വലിയ ഭൂരിപക്ഷ. ശ്രീകുട്ടൻ എത്ര വോട്ട് പിടിക്കുക? ഇനിയിപ്പോ എന്തെങ്കിലും സഹതാപത്തിന്റെ വോട്ടാണ്? ഇതൊന്നല്ല, അത് ആ വ്യക്തിക്ക് കിട്ടിയ വോട്ടാ. ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിനും അയാൾ ആ ക്യാമ്പസിൽ എടുത്തൊരു സ്ഥാനത്തുമൊക്കെയുള്ള വോട്ടാ. അതേ വർഷം തൊട്ടപ്പുറത്ത് ഗവൺമെന്റ് കോളേജ്, ഞാൻ പഠിച്ച അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ SFI ഒരു സീറ്റില് മറ്റോ തോറ്റുള്ളൂ, ഒറ്റ സീറ്റോ തോറ്റുള്ളൂ. അത് തോറ്റ് 2ാം വർഷ പ്രതിനിധിയാ. നമ്മൾ മത്സരിപ്പിച്ച് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി തോക്ക് ചെയ്തേ. ബാക്കി എല്ലാ സീറ്റിലും SFI ജയിച്ചു. അപ്പൊ സഹതാപാണ് അടിക്കണമെങ്കിൽ അവിടെ ജയിക്കണ്ടേ? അവിടെ നമ്മൾ തോക്ക് ചെയ്തേ. സഹതാപമല്ല അതിനകത്ത് വിഷയം, രാഷ്ട്രീയം തന്നെ. രാഷ്ട്രീയവുമാണ്. അയാൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ ഉള്ളത് വിഷയ.
അവിടെ ഭിന്നശേഷി അല്ല വിദ്യാർത്ഥികൾ അളക്കുന്നത്, അളവ് പോലും ഭിന്നശേഷി അല്ല എന്നുള്ളതാ. ആവും ചെയ്യരുത്. ആ രാഷ്ട്രീയ ബോധം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മാറ്റാണ് വരേണ്ടത്. ഇപ്പൊ സംഘടനകൾ ഇതിനകത്ത് ഇടപെടുന്ന രീതിയെ പറ്റി നമ്മൾ പറഞ്ഞു. SFIന്റെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നത് കഴിഞ്ഞ ദിവസം. ആ സമ്മേളനത്തിനകത്ത് ഈ പറയുന്ന ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള ആളുകളെ പറ്റി കേൾക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനൊക്കെ ഈ സംഘടന തയ്യാറാവുക. അപ്പൊ അങ്ങനത്തെ മാറ്റങ്ങളാണ് വേണ്ടത്. അവരുടെ വിഷയങ്ങൾ കേൾക്കുന്നു, അവർക്ക് പറയാനുള്ള സ്പേസ് കൊടുക്കുന്നു, അതിനകത്ത് പ്രത്യേക സമയം കൊടുക്കുന്നു. ഞാൻ സമ്മേളന പ്രതിനിധിയായിരുന്നു. അത്തരത്തിലുള്ള സംസാരിച്ചു. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇതിനകത്ത് വരേണ്ടത്. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഘടനകൾ മാതൃകാപരമായിട്ടുള്ള അത്തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത്. നമ്മൾ ഇത്ര നേരം ക്യാമ്പസിന്റെ പ്രശ്നങ്ങളാണ് സംസാരിച്ചത്. പൊതുസമൂഹത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ നമ്മുടെ നാട്, നമ്മളുടെ യാത്രാ സൗകര്യങ്ങൾ, നമ്മുടെ റോഡ് എല്ലാം, ഈവൻ ഒരു ബസ് സ്റ്റേഷൻ ഉൾത്തൊട്ട് ഹോട്ടലുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇടപെടുന്ന എല്ലാത്തരം ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ എപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഭിന്നശേഷി സൗഹാർദ്ദപരമല്ല. ഒരു വലിയ നടപ്പാതകൾ മുതൽ പ്രശ്നങ്ങളാണ്. അങ്ങനെ എന്തൊക്കെ മാറ്റം, ഇപ്പോൾ ഒറ്റ കാറ്റഗറിയിലുള്ള ആളുകളല്ലല്ലോ, എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് പരിഗണിക്കണമെങ്കിൽ വലിയ തരത്തിലുള്ള നമ്മുടെ ഡിസൈൻ ചേഞ്ചസ് ഒക്കെ വരണം. ഇപ്പൊ ഈവൻ പൈപ്പിന്റെ ടാപ്പ് തുറക്കുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാ തോന്നിയിട്ടുള്ളത്? കുറെ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ KSRTC ബസ് അല്ലെങ്കിൽ ബസ് സംവിധാനങ്ങൾ, KSRTC ബസ് സംവിധാനങ്ങൾ ഒരു സീറ്റ് ഭിന്നശേഷിക്കാരനുള്ളതാ അല്ലേ? അതെ. എങ്ങനെ ഭിന്നശേഷിക്കാർ അതിലേക്ക് കയറും? ഈ ഉയർന്ന പടിയൊക്കെ ചവിട്ടി തന്നെ കയറണ്ടേ അല്ലേ? അതൊരു മാറ്റല്ലേ, വരണ്ട ഒരു മാറ്റാ. ഇപ്പൊ നമ്മുടെ റോഡ് സംവിധാനങ്ങൾ വിദേശങ്ങളിലൊക്കെ ഉണ്ട്, മാറ്റങ്ങൾ വരും കേട്ടാ. മാറ്റങ്ങൾ വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ലോ ഫ്ലോർ ബസ്സുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ ഒരു വികസിത രാജ്യമല്ല, വികസന രാജ്യം. വികസനം പയ്യെ പടിപടിയായിട്ടേ വരുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരും. പക്ഷെ കുറേയും കൂടെ നമ്മൾ ഈ വലിയ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യണേ. വലിയ മാറ്റങ്ങളാണ് ആദ്യം പിടിക്കാൻ നോക്കുന്നത്. ഏറ്റവും മുന്തിയത് ആദ്യം വേണം. അതല്ല, നമ്മൾ താഴേന്ന് തുടങ്ങണ്ടേ. ആദ്യം ചെറിയ കാര്യങ്ങൾ മാറട്ടെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാറട്ടെ. ഇവർക്ക് നടക്കാനുള്ള സ്പേസുകൾ, ഈ പറഞ്ഞ പോലെ ടാപ്പ് സംവിധാനങ്ങൾ, ടോയ്ലറ്റ് സംവിധാനങ്ങൾ, ലിഫ്റ്റ് സംവിധാനങ്ങൾ, റാമ്പ് സംവിധാനങ്ങൾ. ക്ലാസ് റൂമിലേക്ക്, ഒരു കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ എല്ലാ സ്ഥലങ്ങളും, ഒരു കോളേജിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വിദ്യാർത്ഥികൾക്കും പോകാൻ പറ്റണം, ആക്സസിബിൾ ആയിരിക്കണം. ഞാൻ പറഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും. ഇപ്പൊ നടക്കാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു വീൽ ചെയറിലുള്ള വിദ്യാർത്ഥിക്ക് പോകാൻ പറ്റണം. അതാണ് മാറ്റം. അവിടെ നിന്ന് തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് മേലുള്ള കാര്യങ്ങൾ പിടിക്കാം. ആ മാറ്റങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. നമ്മുടെ നാടിനകത്ത് വന്നിട്ടില്ല. നമ്മുടെ ഓഫീസ് നാടിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസുകള്, പഞ്ചായത്തുകള്, ഈ പറയുന്ന കളക്ടറേറ്റുകള്, അവിടെയൊക്കെ കൂടുതലായിട്ട് ഇടപെടുന്നതും ആവശ്യങ്ങൾക്ക് വരുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ ആളുകളാ. എത്തിപ്പെടണമല്ലോ അല്ലേ? എത്തിപ്പെടാനുള്ള സംവിധാനങ്ങൾ, മാറ്റങ്ങളുണ്ട് കേട്ടോ. സ്മാർട്ട് വില്ലേജ് ഓഫീസുകളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രോഗ്രസീവായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഇവരെ പൂർണ്ണമായിട്ട് പിന്നോട്ട് വലിക്കുന്ന സമീപനമൊന്നുമല്ല സർക്കാരൊന്നും സ്വീകരിക്കുന്നത്. അപ്പൊ അത് പൂർണ്ണമാവണം. ടെക്നോളജിന്റെ ഒരു മാറ്റം ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത്. അവിടെ കാഴ്ച പരിമിതരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. അപ്പൊ നമ്മളൊക്കെ സ്ക്രൈബൊക്കെ ആയിട്ട് പരീക്ഷ പിന്നെ റെക്കോർഡ് ചെയ്ത് നോട്ട്സ് മുഴുവൻ റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ടെക്നോളജി നമ്മളെ എത്രത്തോളം, ഇപ്പോൾ സ്മാർട്ട് ഫോൺ വന്നപ്പോൾ ഈ പറയുന്ന കാഴ്ച പരിമിതരായ ആളുകൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അവർക്ക് കേൾക്കാനും ടൈപ്പ് ചെയ്യാനും ഒക്കെ ടെക്നോളജി നമ്മളെ എത്രത്തോളം സഹായിക്കുന്നുണ്ട്? മുന്നോട്ട് വലിയ രീതിയിൽ പോകാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളാ, എഴുതാൻ പ്രയാസം. അപ്പൊ ഞാൻ എഴുതിയൊരു സാധനം 2 ആഴ്ച കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് നോക്കും, ഇതെന്താ, എനിക്ക് തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടാവും. മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താ? ഇപ്പൊ എനിക്ക് ആ സംവിധാനം വേണ്ട. എനിക്ക് തന്നെ ലാപ്ടോപ്പ് ഓൺ ആക്കി വോയിസ് ടൈപ്പിംഗ് കൊടുത്ത് എനിക്ക് ടൈപ്പ് ചെയ്യാം.
അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൻ്റെതായ ഒരു മാറ്റം ഇവർക്കിടയിൽ വലിയ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഒരു പരിധി വരെ നമ്മുടെ ഡിസേബിലിറ്റീനെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയല്ലേ അവിടെ, ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ എനിക്ക് അപ്പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ഒന്ന് എഴുതി എന്ന് പറയേണ്ട അവസ്ഥ ഇപ്പൊ ഇല്ല. എനിക്കത് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് കാണാണ്ട് ഒരിക്കലും പോകാൻ പറ്റില്ല. അവരുടെ നോട്ട് പോലും ചിലപ്പോൾ അവർ എഴുതില്ല, എന്റെ നോട്ട് കൃത്യമായിട്ട് എഴുതും. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. എനിക്ക് മുഴുവൻ നോട്ടും എനിക്ക് എഴുതി എന്റെ കയ്യിൽ കൊണ്ടുവന്നിരുന്ന ആളുകളുണ്ടായി. ഇന്നതിന്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞത്. യുഗ അതിൻ്റെതായ സംവിധാനങ്ങൾ നമ്മുടെ നാടിനകത്ത് വന്നിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ വലിയ രീതിയിൽ സഹായിക്കും. അത് ആക്സസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എല്ലാ കേന്ദ്രങ്ങൾക്കകത്ത് ഉണ്ടാക്കുക എന്നുള്ളത്, അതാണ് ചെയ്യേണ്ടത്. ക്ലാസ് റൂമുകൾക്കകത്തും ഈ കോളേജുകൾക്കകത്തും പൊതു ഇടങ്ങൾക്കകത്തൊക്കെ അങ്ങനത്തെ സംവിധാനം. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ എപ്പോഴും പരീക്ഷ എഴുതുമ്പോ, ഇപ്പൊ സിബിൻ തന്നെ പരീക്ഷ എഴുതുകയാണെങ്കിൽ പേപ്പറിൽ എഴുതന്നെ വേണ്ടേ? അതിപ്പോ എങ്ങനെയാ സാധിക്കുന്നത്? എപ്പോഴും സ്ക്രൈബിനെ വെച്ചിട്ട് എഴുതണേ. ആ ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ നാട് ഇപ്പോഴും വന്നിട്ടില്ല. മാറപ്പെടേണ്ടതാണ്. ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പരീക്ഷ എഴുതാൻ പറ്റുന്നത് കാര്യം വരണം. അത് നമ്മുടെ ഒരു മുന്നോട്ട് പോക്കിന് സഹായിക്കും. എങ്ങനെയാ സഹായിക്കുക എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായിട്ടൊരു മുന്നോട്ട് പോക്കിന് സഹായിക്കും. ഒരു പൊതുധാരണയുണ്ട്. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി 90% മാർക്കൊക്കെ മേടിച്ച് വരുമ്പോ പൊതുധാരണ എന്താ, അപ്പൊ അവൻ എഴുതിയതല്ലോ, അവരെഴുതി തന്നതല്ലേ, അപ്പൊ അവന് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമ്മൾ PGക്ക് പരീക്ഷ എഴുതി നമ്മളെല്ലാ വിഷയത്തിനകത്ത് ജയിക്കുന്നു, ഡിഗ്രി പാസ്സാവുന്നു. സ്ക്രൈബല്ലേ പഠിക്കണേ, അവനല്ലല്ലോ പഠിക്കണേ. ധാരണയുണ്ട്. അത് ഒരിക്കലും സാധ്യമല്ല. അതൊരു പൊതുധാരണയാ. ആ ധാരണ മാറപ്പെടേണ്ടതാണ്. അങ്ങനെ നമ്മൾ പഠിക്കാണ്ട് ഇപ്പൊ ആരെങ്കിലും വന്ന് പഠിച്ച് നമുക്ക് പരീക്ഷ ചെയ്ത് നമ്മൾ ജയിപ്പിച്ചു വിടും, അതൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയ പ്രശ്നവും കൂടിയില്ലേ, അതായത് ഇപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ ചിന്തയുടെ അകത്ത് നിന്ന് എഴുത്തും നമ്മൾ തമ്മിലുള്ള ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സ്ക്രൈബിൽ കൂടെ പൂർണ്ണമാക്കാൻ പറ്റാറുണ്ടോ? പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിഗ്രി പഠിച്ച ബികോമാ. എന്റെ കോഴ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടൻസി, മാത്സ്, QT, ബിസിനസ് സ്റ്റഡീസ് ഒക്കെയാ ഡിഗ്രിന്റെ എന്റെ കോഴ്സ്. ഒരു മാത്സ് നമ്മളെങ്ങനെ ഒരു ഉത്തരം കണ്ടുപിടിക്കുക? നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണ പേപ്പറിൽ എഴുതി കൂട്ടി സാധനം കണ്ടുപിടിക്കണം. ഇതൊരു മറ്റൊരാൾ ഇരുത്തി എഴുതിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്കാ. അത് സബ്ജക്റ്റുകൾക്കനുസരിച്ച് അതിന്റെ തീവ്രത കൂടും, പ്രശ്നമാണ്. ഇപ്പൊ ഇതേപോലുള്ള കോഴ്സുകൾ, സയൻസ് കോഴ്സുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മലയാളം, ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ കുറേയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും പല ആളുകൾക്ക് ഇത് പല രീതിയിലാണ്. ചിലപ്പോ പേന പിടിക്കുമ്പോഴായിരിക്കും നമുക്ക് സാധനം പുറത്തു വരുള്ളൂ. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം നമുക്കത് വാക്കായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് ആദ്യം നമ്മൾ ഒരുങ്ങണം. ആ പണി തന്നെ വലിയ പണിയാ. എന്നിട്ട് വേണം ഇത് പറഞ്ഞു കൊടുത്ത് എഴുതിക്കാൻ. അപ്പൊ അത് നമ്മളെ ഭീകരമായിട്ടാണ് ബാധിക്കണത്. ശരിക്കും അതൊരു ടാസ്ക് തന്നെയാണ്. അപ്പൊ എന്താ തോന്നുക? നമുക്ക് പ്രയാസം തോന്നും, പക്ഷെ നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റൂ. മുന്നോട്ട് പോകാണ്ട് പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഈ നമ്മൾ ഇത് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എന്തെങ്കിലും ഒരു സംഗതി വേറൊരാളെ കൊണ്ട് എഴുതിക്കുമ്പോഴും ഇപ്പൊ തനിയെ വോയിസ് ടൈപ്പിംഗ് ഒക്കെ വന്ന് നമ്മുടെ ചിന്ത തന്നെ എക്സാക്ട്ലി അപ്പൊ തോന്നുന്ന ഒരു വ്യത്യാസം എങ്ങനെയാ? നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നും. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ വെച്ചാൽ ഇപ്പൊ ഞാന് നമ്മുടെ ട്രൂ കോപ്പിയിൽ തന്നെ എഴുതിയ ലേഖനം ഞാൻ തന്നെ എഴുതിയതാ. പൂർണ്ണമായിട്ട് ഒരാളെ സഹായം ഇല്ലാണ്ട് ഞാൻ തന്നെ എഴുതിയ വോയിസ് ടൈപ്പിംഗ് വെച്ച് തന്നെ എഴുതിയ സാധന. നമുക്കത് ഇവിടേക്ക് എഴുതി അയച്ച് ഇവിടെ സാധനം വരുമ്പോ അത് നമ്മൾ കാണുമ്പോ അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ എനിക്ക് JRF കിട്ടിയപ്പോ അത്ര സന്തോഷം എനിക്ക് തോന്നിയിട്ടില്ല. JRF പരീക്ഷ പാസ്സായ സമയത്ത് എനിക്ക് അത്ര സന്തോഷം തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു എഫേർട്ട് അല്ലേ, ആ എഫേർട്ടിന് ഫലം കാണുമ്പോ അത് ഭയങ്കര സന്തോഷമാണ്. അതാണ് വേണ്ടത്, അതാണ് എല്ലാവർക്കും കിട്ടണ്ടത്. ഇപ്പൊ നമ്മൾ പറയുമ്പോ ഞാൻ സോഷ്യൽ വർക്ക് PG പഠിച്ചത്. നമ്മൾ ആദ്യം പഠിപ്പിക്കുക ഒരാൾക്ക് വിശപ്പുണ്ടെങ്കിൽ അയാൾക്കൊരു മീൻ മേടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, അയാളെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മളതിന് പഠിക്കുക, അതിന് പ്രിപ്പയർ ആവുക, അതിനുള്ള സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും ഒരേപോലെ ഒരുക്കുക എന്നുള്ളതാണ്.
എനിക്ക് നമ്മളതിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നോട്ട് വരാൻ പറ്റില്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോകുള്ളൂ, ഒരിക്കലും നമ്മൾ പിന്നോട്ട് വരില്ല. അച്ഛനും അമ്മേന്റെ ഒക്കെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താ? അഭിമാനാണ്, നമ്മളൊക്കെ ഓർത്ത് അഭിമാനം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രദേശമാണ്. എൻ്റെ നാട്ടിലുള്ള ആളുകൾ അങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊക്കെ ഒരു PhD ഒക്കെ പഠിക്കാൻ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു സപ്പോർട്ടും നമ്മള് റെസ്പെക്റ്റും, നമ്മളൊരു കടയിലേക്ക് ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ നാട്ടുംപ്രദേശത്ത് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും അച്ഛന്മാരും അമ്മമാരൊക്കെ നമ്മളെ കാണുമ്പോൾ നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര അഭിമാനം. അച്ഛൻ ഈ ഓട്ടോ ഡ്രൈവറായ കാരണം സെന്ററൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളാ. എപ്പോഴും ആളുകൾ ചോദിക്കും. ഞാൻ പിന്നെ നാട്ടിലും അത്യാവശ്യം സജീവമായിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളാ, പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളാ. അപ്പൊ എന്നെ അത്യാവശ്യം എല്ലാ ആളുകൾക്കും അറിയാം. ഭയങ്കരാണ്, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആളുകളുടെ ഇടയിലൊക്കെ നല്ല സ്വീകാര്യതയും നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യും. പഴയ അധ്യാപകരും സുഹൃത്തുക്കളൊക്കെ എപ്പോഴും കാണലുണ്ടോ? പിന്നെ എല്ലാവരുമായിട്ട് നല്ല ബന്ധം. ഇപ്പൊ ഞാൻ ഡിഗ്രി പഠിച്ച ക്യാമ്പസിലൊക്കെ എനിക്ക് ചെല്ലണ സമയത്ത് നമുക്ക് കിട്ടുന്ന സ്വീകാര്യത അവർക്കും അഭിമാനല്ലേ. അവര് പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇങ്ങനെ കേറി പോവാ, പഠിക്കുക, നല്ലോണം ചെയ്യാന്നൊക്കെ പറയുമ്പോ അവർക്ക് അഭിമാനം. അവരതേപോലെ സപ്പോർട്ട് ചെയ്യാൻ വിളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ PG പഠിച്ച രേഷ്മ ഭരദ്വാജ് അറിയാവുന്ന ടീച്ചറൊക്കെ ഭയങ്കര നമുക്ക് തന്നേക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോ അവിടെ ജോസ് ആന്റണി എന്ന് പറഞ്ഞ സാർ. ഇപ്പൊ എന്റെ ഗൈഡ് മഞ്ജുഷ ടീച്ചറാണ്. MG യൂണിവേഴ്സിറ്റിയിലെ ഗാന്ധിയൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് മഞ്ജുഷ ടീച്ചറൊക്കെ. നമുക്ക് ഇരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും പറയാണ്ട് പോകാൻ പറ്റില്ല. ഗംഭീരാണ് അവരൊക്കെ. അധ്യാപകരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത്തരം വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യേണ്ടത്. ആ ബോധം എല്ലാ അധ്യാപകരിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. അത് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കത് കിട്ടണം. അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നം ഇതേപോലുള്ള ആളുകൾ അവരുടെ ജീവിതം സ്വയം തിരിച്ചറിയപ്പെടാതെയും പോകും ചിലപ്പോ അല്ലേ? ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന, ഞാന് PG ഈ പറയുന്ന ഡിഗ്രിക്ക് ഒരു പ്രൈവറ്റ് കോളേജിലാണ് പഠിക്കാൻ പോയെങ്കിൽ അതേ സിസ്റ്റത്തിൽ തന്നെ പോവുള്ളൂ. ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചു. അതായത് ഇപ്പൊ കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് പോലൊരു സ്ഥലം, MG യൂണിവേഴ്സിറ്റിന്റെ ക്യാമ്പസിന്റെ ഒരു അന്തരീക്ഷം. ഇപ്പൊ കേരളോർമ്മയെ പഠിച്ച് എനിക്കറിയാം ആ ക്യാമ്പസ് ആ കാലത്ത് എത്രത്തോളം ഇൻക്ലൂസീവ് ആയിരുന്നു എന്ന് നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാ. നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ അവിടെ അത്തരം വേർതിരിവുകൾ ആ കാലത്ത് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പ്രൈവറ്റ് കോളേജിന്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. എല്ലാത്തരം സ്കൂളുകളും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രൈവറ്റ് ക്യാമ്പസുകളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഇല്ലാത്തതാണ്. ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കുന്നത് എപ്പോഴും വിദ്യാർത്ഥികൾ തന്നെയാണെന്നേ. വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തന്നെയാണ്. അധ്യാപകർ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഞാൻ കാടടച്ച് പറയല്ല, കുറവാണ്. പ്രൈവറ്റ് ക്യാമ്പസുകളിൽ മുഴുവൻ ഇനിയിപ്പോ ഭിന്നശേഷിക്കാരെ കാണാണ്ടിരിക്കുകയാണ്, അവർക്ക് പരിഗണന കിട്ടുന്നില്ല. അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരം സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനും രാഷ്ട്രീയം പറയാനും സമരം ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ടാവണം. ആ സ്പേസിൽ നിന്നാണ് എന്തുണ്ടാവണം, പുരോഗമനമായിട്ടുള്ള ചിന്താഗതികളും അഭിപ്രായങ്ങളൊക്കെ രൂപപ്പെടുന്നത്. അങ്ങനെ സ്പേസ് ഈ പ്രൈവറ്റ് കേന്ദ്രങ്ങൾക്കകത്ത് പൂർണ്ണമായിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കിന്ന് ഉണ്ട്. അപ്പൊ ഈ സ്പേസുകൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഈ മാറ്റം ഒരുപക്ഷെ വരാം, പ്രതിഫലിക്കും. പൊതുവെ റിസർച്ച് സബ്ജക്റ്റുകൾ ഇപ്പോൾ അക്കാദമിക് രംഗത്തൊക്കെ ഉപകാരപ്പെടുമായിരിക്കും, പക്ഷെ പ്രാക്ടിക്കൽ സെൻസിൽ ഉപകാരപ്പെടുന്ന റിസർച്ച് പേപ്പറുകൾ പൊതുവെ ഉണ്ടാവുന്നത് കുറവാണെന്നുള്ളൊരു ആക്ഷേപം ഈ റിസർച്ച് മേഖലയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന വർക്കുകൾ എങ്ങനെയാണ് പൊതുജനത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വരുന്നത്? അത്തരത്തിലുള്ള സയൻസ് മേഖലയിലാണെങ്കിലും ഇത്തരത്തിൽ ഇപ്പം അതുകൊണ്ടും കൂടിയിട്ടാണ് നിങ്ങളുടെ സബ്ജക്റ്റ് ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവെ ഈ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഈ പറയുന്ന ഒരു ആംഗിളിൽ വർക്കുകൾ നടക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്? ഇതിന്റെ ഒരു ഭാരവാഹി കൂടിയ റിസർച്ച് വിങ്ങിന്റെ ഒരു ഭാരവാഹിയും കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം. റിസർച്ച് നല്ല സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അത് പൂർണ്ണമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. കുറച്ചും കൂടെ അക്കാദമികമായിട്ട് റിസർച്ച് മേഖല ഉയരണം എന്ന് തന്നെയാണ്
അഭിപ്രായം. മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കേരളം ഭേദമാണെന്ന് മാത്രല്ല, നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പൊ MG ആയാലും പറയുന്ന കാലിക്കറ്റ് ആയാലും കണ്ണൂരും കേരളക്കായാലും നടക്കുന്നുണ്ട്. പക്ഷെ റിസർച്ചേഴ്സിനെ സംബന്ധിച്ച് അവർ നേരിടുന്ന മറ്റു പല പ്രശ്നങ്ങളുണ്ട്. ഫെലോഷിപ്പ് ഉൾപ്പെടെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 25 വയസ്സ് കഴിഞ്ഞ ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ച് ജീവിതമുണ്ട്, പഠനം പൂർത്തിയാക്കി. റിസർച്ച് ഒരു വിദ്യാർത്ഥിയല്ല, അന്നൊരു തൊഴിലാളിയാണോ എന്ന് വെച്ചാൽ തൊഴിലാളിക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന കുടുംബത്തിലെ കാര്യങ്ങളുണ്ടാവും, വിവാഹം കഴിഞ്ഞ ആളുകളുണ്ടാവും. അപ്പൊ അവര് നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവർക്കുള്ള മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കപ്പെടാണ്ട് വരുമ്പോ ഉണ്ടാവുന്ന പ്രശ്നമുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമായിരിക്കും. എല്ലാ സ്ഥലങ്ങളും അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഈ റിസർച്ച് മേഖലയിൽ ഫെലോഷിപ്പ് കിട്ടാത്തതിന്റെ ഒക്കെ ഇഷ്യൂസ് നമ്മൾ തന്നെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അല്ല, അതില് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പങ്ക് ഇല്ലേന്നും കൂടെ ഞാൻ ചോദിക്കാം. വിദ്യാർത്ഥി സംഘടനകള് ഗംഭീരമായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പൊ SFI ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കേന്ദ്രങ്ങൾക്കകത്തും റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം സമരം ചെയ്യുന്ന സംഘടനയാണ്. ഇപ്പൊ MGയില് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി, 2 മാസത്തിന് മുന്നേ അനിശ്ചിതകാല സമരം SFI ആണ് നടത്തിയത്. 8 ദിവസം പന്തല് കെട്ടി SFI സമരം ചെയ്തത് ഫെലോഷിപ്പിന് വേണ്ടി. അങ്ങനെ ഇടപെടുന്നുണ്ട്. പക്ഷെ പരിമിതികളുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ ഗവേഷകരുടെ വിഷയത്തില് അതിഗംഭീരമായിട്ട് തന്നെയാണ് SFI ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ SFIയുടെ കാര്യം തന്നെ, ഇപ്പൊ ഇതിനകത്ത് റിസർവേഷൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇപ്പൊ സംഘടനയായാലും കൊണ്ടുവന്നു. നമുക്ക് അപ്പൊ ചില കോളേജുകളിൽ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചില ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വളരെ പോസിറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ കൃത്യമായൊരു സംവിധാനം, അതായത് ഇത്ര സീറ്റില് 11 സീറ്റാണെങ്കിൽ 11 സീറ്റില് ഇത്തരം റിസർവേഷൻ കൊണ്ടുവരണം എന്ന് വാദിക്കണ്ടേ നമ്മൾ സത്യത്തിൽ? തീർച്ചയായും വേണം. അതായത് നമ്മുടെ പഠനം തന്നെ അതാലോ, ഇവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് റിസർവേഷൻ സംവിധാനം വേണം എന്ന് തന്നെ നമ്മൾ പറയണേ. തർക്കമൊന്നുമില്ല. അതന്നെ അഭിപ്രായം. സംഘടനകൾ നിലപാടിലേക്ക് എത്തണം എന്നതന്നെ നമ്മുടെ അഭിപ്രായം. നമ്മുടെ വേദികളിലൊക്കെ നമ്മളത് ഉന്നയിക്കാറുണ്ട്. അതിന് വിഭിന്നമായ അഭിപ്രായം ഒന്നും ഇവർക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പോളിസി ഒക്കെ മേക്ക് ചെയ്യുന്നതിന് അതിൻ്റെതായ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിപ്പോ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വരുന്ന ഒരു സാധനം തന്നെ. പക്ഷെ ഉണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. തീർച്ചയായും. കാരണം കേരളമായത് എങ്ങനെയാ, ഇങ്ങനെ മാറ്റങ്ങളിലൂടെ തന്നെയാണ്. എങ്ങനെ 50% റിസർവേഷൻ സ്ത്രീകൾക്ക് പഞ്ചായത്തുകളിൽ വന്നത്, അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ അവസാനം വലിയ ശബ്ദമായി മാറി മാറ്റങ്ങൾ ഉണ്ടാവണം. തീർച്ചയായും. അപ്പൊ ഇനി ഈ റിസർച്ച് ഗംഭീരമായിട്ട് പൂർത്തിയാക്കുകയും അതൊരു പുസ്തക രൂപത്തിലൊക്കെ വരികയും വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യട്ടെ കേട്ടോ. താങ്ക് യു.